ഫസി ബേബീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. മിക്ക ന്യൂ മോംസിനും അതൊരു അറിവ് മാത്രമാണ്, പക്ഷെ അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരിക്കില്ല. എന്നെ പോലെ എൻ്റെ വാവയ്ക്ക് സ്വിച്ച് ഇട്ട പോലെയാണ് സ്വഭാവം മാറുന്നത്. ഇപ്പം ചിരിച്ചുകൊണ്ട് കിടക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ കരയുന്നതും കാണാം. ബേസിക്കലി വെറുതെ ബഹളം വെക്കുക, അതുപോലെ തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഫസി ബേബീസ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഈവൻ അവർക്ക് വിശക്കുന്നുണ്ടോ ഓർ ഡൈപ്പർ ചേഞ്ച് ചെയ്യാനാണോ, അതൊക്കെ. ആക്ച്വലി ഇത് രണ്ടുമാണ് മെയിൻ 2 റീസൺസ് വൈ ബേബീസ് ആർ ക്രൈ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും കാം ആയിക്കോളും. സ്വാഡിലിംഗ് മോസ്റ്റ്ലി നമ്മൾ അവരെ സ്വാഡിൽ ചെയ്ത് ഏതെങ്കിലും നല്ല മുസ്ലിം ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് സ്വാഡിൽ ചെയ്ത് വെക്കുക. ആക്ച്വലി അവർക്കതൊരു പ്രൊട്ടക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് റിതമിക് സൗണ്ട്. റിതമിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റോക്കിംഗ് പൊസിഷനിൽ നമ്മളാക്കിയ ചില ബേബീസ് കാമാവും, ചിലർക്ക് ചില ടൈപ്പ് ഓഫ് സൂത്തിങ് സൗണ്ട്, താരാട്ട് പാടുക, അതൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആവും. ചില ബേബീസിന് നമ്മൾ ഓക്കെ ആക്കി തൊട്ടിലിട്ടാൽ. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ബേബി കാമും ആവും, അതോടൊപ്പം തന്നെ പാരൻസുമായിട്ടുള്ള ബോണ്ടും വർദ്ധിക്കും. ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അവരോട് കൂടെ നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അവരെന്തെങ്കിലുമൊക്കെ നമ്മൾ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അറ്റൻഷൻ അവർക്ക് കൊടുക്കണം. നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നൽ അവർക്ക് വരുത്തുക. വൺ, മിമിക് ദ സൗണ്ട് ദേ ആർ മേക്കിംഗ്. അവരെന്തെങ്കിലും സൂത്തിങ് സൗണ്ടോ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് മിമിക് ചെയ്യുക. അപ്പോൾ ആക്ച്വലി അവർ കുറച്ച് ക്യൂരിയസ് ആവും, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. സോ അതൊന്ന് ട്രൈ ചെയ്യൂ. ദെൻ 7th വൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹോൾഡ് ദം വെൻ ദേ ആർ ക്രൈയിങ്, ഡോണ്ട് ഇഗ്നോർ. ഒരിക്കലും ബേബി കരയുന്ന സമയത്ത് നമ്മളിവിടെ ഇഗ്നോർ ചെയ്തിട്ടിട്ട് പോകരുത്. അവരെന്തിനാണ് കരയുന്നത് നമുക്കറിയില്ല, ബട്ട് ഈവൻ ഇഫ് വി ഹാവ് ടു ഗീവ് ദം ആൻ അറ്റൻഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർ ഭയങ്കരമായിട്ട് അവർക്ക് സങ്കടം വരും.